പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നലെ സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാൽ ആരാ? മോശ എതിരേൽപ്പാൻ അഹരോൻ പുറപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. അഹരോൻ നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. എന്തിനാണ് കർത്താവ് മോശയോട് ഇങ്ങനെ പറയാൻ കാരണം? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ മോശയെ ദൈവം ഇസ്രായേലിന്റെ നായകനായിട്ട് തെരഞ്ഞെടുത്ത് മിസ്രയീമിൽ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. ദൈവം മോശയെ തെരഞ്ഞെടുത്തെങ്കിലും മോശയ്ക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. ദൈവം പറഞ്ഞ വാക്കുകളെ അങ്ങോട്ട് ഉൾക്കൊണ്ട് തനിക്ക് വീണ്ടും മിസ്രൈമിലേക്ക് പോകാനുള്ള താല്പര്യക്കുറവ്. അതിന് പല തടസ്സവാദങ്ങളാണ്. അതിന് കാരണം മോശ മിസ്രൈമിൽ ജനിച്ച് വളർത്തപ്പെട്ടവൻ, ഹല്ലേലൂയ, ഫറവോന്റെ അരവനയിൽ വളർന്നവൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? മോശയ്ക്ക് അങ്ങോട്ട് പോകാനുള്ള മടി കൊണ്ട് തടസ്സവാദങ്ങളാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പൊ മോശയുടെ തടസ്സവാദങ്ങളും ദൈവത്തിന്റെ മറുപടിയാണ് ഈ അധ്യായങ്ങളിൽ കാണുന്നത്. അപ്പം ദൈവം തന്നെ അയച്ചു എന്ന കാര്യം ഇസ്രായേലിയർ വിശ്വസിക്കില്ല എന്ന സംശയത്തിൽ നേതൃത്വ പദവി അംഗീകരിക്കുവാൻ മോശ വൈമുഖ്യം പ്രദർശിപ്പിച്ചു. മോശയുടെ സംശയത്തിന് പരിഹാരമായി 3 അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ദൈവം ശക്തി നൽകി. മോശയ്ക്ക് 1 വടി സർപ്പമാക്കി തീർത്തു, 2 കൈമേൽ കുഷ്ഠം വരുത്തും, 3 വെള്ളം രക്തമാക്കി തീർക്കുക. അങ്ങനെ ചില അധികാരങ്ങൾ മോശയ്ക്ക് കൈമാറി, ചില അത്ഭുതങ്ങളിലൂടെ. എന്നിട്ടും മോശ ചില തടസ്സവാദങ്ങൾ പറയുക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ മോശ യഹോവയുടെ, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാർ അല്ല, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയെ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. വീണ്ടും തടസ്സവാദങ്ങൾ പറഞ്ഞിട്ടും ദൈവം പറയാണ്, നീ ചെല്ലണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, സ്വതം ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ, അതുകൊണ്ട് നീ തന്നെ ചെല്ലണം. ഇങ്ങനെ മോശയുടെ തടസ്സവാദത്തിന്റെ നടുവിലാണ് തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന അഹരോനെ കുറിച്ച് യഹോവയായ ദൈവം മോശയോട് പറയുന്നത്. ആ ഭാഗമാണ് നമ്മൾ വായിച്ച വചനം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. അപ്പൊ മോശയ്ക്കൊരു വാർത്തമായിട്ട് യഹോവയായ ദൈവം ലേവ്യ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ച മോശയെ, ഹല്ലേലൂയ, അഹരോനെ ഹല്ലേലൂയ, മോശയുടെ അരികിലേക്ക് അയക്കുക, രക്തം ചെയ്യും. അപ്പം അഹരോൻ മോശയെ കാണുമ്പോൾ, സ്തോത്രം, അവന്റെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും. ദൈവം പറയുക, അഹരോൻ മോശയുടെ വാർത്തമായിട്ടാണ് ഹല്ലേലൂയ അഹരോനെ ദൈവം മോശയുടെ അരികിലേക്ക് അയക്കുന്നത്. എന്നുപോലെ തനിക്ക് വാക്സാമർത്ഥ്യമില്ല എന്നുള്ള മോശയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവന് വേണ്ടി ഒരു വാർത്താവിനെ ദൈവം നിയമിക്കുക. എന്നാൽ മോശയുടെ 2-ാമത്തെ തടസ്സവാദം നേതൃത്വം ഏറ്റെടുക്കാതിരിക്കാനുള്ള ഒരു ഒഴിവ് മാത്രമായിരുന്നു. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു.
എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, മോശ മിസ്രയീമിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി തീർന്നു. അവിടെ മോശയെ കുറിച്ച് ലൂക്കോസിന്റെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ നിലയിലും മോശയ്ക്ക് അതിന് കഴിയുമെന്നുള്ള ദൈവിക നിയോഗം, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, മോശയിലൂടെ അത് ചെയ്തെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ മോശയുടെ തടസ്സവാദങ്ങൾ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമുക്ക് ഒരുപാട് തടസ്സവാദങ്ങളുണ്ട്. ദൈവം നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സുവിശേഷം എന്ന് പറയുന്ന മഹാസന്ദേശത്തെ, സമാധാന സന്ദേശത്തെ, ജീവന്റെ സന്ദേശത്തെ, നിത്യജീവന്റെ സന്ദേശത്തെ, പ്രത്യാശയുടെ സന്ദേശത്തെ, പാപികൾക്കും മാനസാന്തരത്തെ നൽകി കൊടുക്കുന്ന, പാപിയെ രക്ഷയിലേക്ക് നയിക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുതിയ നിയമം ഇസ്രായേലിനെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, ഇസ്രായേലിനെ വിടുവിച്ചതുപോലെ ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുവാൻ ദൈവം നമ്മെ നിയോഗിച്ച് ആ സ്ഥാനത്ത് നിയമിക്കുമ്പോൾ മോശയെ പോലെ നാം തടസ്സവാദങ്ങൾ പറയാതെ നമ്മളെ ശുശ്രൂഷ ഏറ്റെടുക്കണം. രക്തം ചെയ്യും പ്രയോഗിച്ചോ. അപ്പൊ മോശ എന്ന് പറയുന്ന മനുഷ്യൻ തടസ്സവാദങ്ങൾ പറഞ്ഞപ്പോഴാണ് തനിക്ക് സംസാരിപ്പാൻ വാക്സാമർത്ഥ്യങ്ങളുടെ തടിച്ച നാവും വിക്കുള്ളവനുമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മോശയെ അതിൽ നിന്ന് പിന്മാറ്റാതെ നീ തന്നെ ഇസ്രായേലിന്റെ നായകനായി നിൽക്കണം, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ നിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന അഹരോനെ ഞാൻ നിനക്ക് നിന്റെ കൂടെ അയക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തെ നമുക്ക് ചിന്തിക്കാം. നമ്മളും ഇതുപോലെ ഒരുപാട് ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, വിദ്യാഭ്യാസമില്ല, എനിക്ക് അവിടെ ചെല്ലാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റില്ല, യോഗ്യതയില്ല, പവറില്ല എന്നൊക്കെ പറഞ്ഞ് മാറുമ്പോൾ യഹോവയായ ദൈവം മോശയോട് കൂടെ സംസാരിപ്പാൻ അഹരോനെ അയച്ചതുപോലെ പുതിയ നിയമസഭയിൽ ദൈവം നമ്മളോട് കൂടെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. രക്തം ചെയ്യും. നിങ്ങൾക്ക് വാക്സാമർത്ഥ്യമില്ല, തടിച്ച നാവുള്ള വിക്കനാണ്, കഴിവില്ല, വിദ്യാഭ്യാസമില്ല, അറിവില്ലെന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ് ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നിലേക്ക് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും നിനക്ക് ബോധം വരുത്തി തന്ന് നീ സംസാരിക്കേണ്ടത് എന്തെന്ന് സമയാസമയങ്ങളിൽ സംസാരിപ്പാൻ, നിന്നെ യോഗ്യനാക്കി പ്രാപ്തനാക്കി എടുക്കുവാൻ, നിന്നിൽ ഞാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ നിന്നിലൂടെ ചെയ്തെടുപ്പാൻ ഞാൻ എൻ്റെ കാര്യസ്ഥനെ നിനക്ക് വേണ്ടി അയക്കും. പ്രേക്ഷകരോ, അത് ദൈവം നമ്മെ ഒരിക്കലും അനാഥനായിട്ടല്ല വിടുന്നത് കേട്ടോ. ഹല്ലേലൂയ. മോശെ, നീ തന്നെ മിസ്രൈമിലേക്ക് പോകണ്ട, നിന്റെ സഹോദരൻ നിന്റെ കൂടെ ഉണ്ടാവും. പുതിയ നിയമസഭയോട് പറയട്ടെ, സഹോദര സൗകര്യം, നിന്നെ തന്നെയല്ല ദൈവം ഒരു ദേശത്തേക്ക് അയക്കുന്നത്, ഒരു രാജ്യത്തേക്ക് അയക്കുന്നത്. ദൈവം നിന്നോടുകൂടെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നുണ്ട്. രക്തം ചെയ്ത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനങ്ങൾ സ്തോത്രം പറയാമോ? അതുകൊണ്ട് തടസ്സവാദങ്ങളെ നിങ്ങൾ ഉന്നയിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ മിസ്രൈമിൽ കിടക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് പണിയെടുക്കണമുള്ളത് പറഞ്ഞ. ഹല്ലേലൂയ. മോശയ്ക്ക് ഭയങ്കര ഉത്തരവാദിത്തമായി എന്ന് പറഞ്ഞ പോലെ ലോക രാജ്യങ്ങൾ മുഴുവൻ തീവ്രവാദികളുടെ കയ്യിൽ, ഭീകരവാദികളുടെ കയ്യിൽ, വർഗീയവാദികളുടെ കയ്യിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ഈ തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദി എന്ന് പറയുന്ന മിസ്രൈം ശക്തികളുടെ കയ്യിൽ നിന്ന്, ഫറവോനി അടിമത്തത്തിൽ കിടന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചു ലോകശക്തികളുടെ കയ്യിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, ഹല്ലേലൂയ, ദൈവം നിന്നെ നിയോഗിച്ചയക്കുമ്പോൾ നീ അതിന് തയ്യാറായി പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, നൈജീരിയ എന്ന് പറയുന്ന ആ രാജ്യത്തിനകത്ത്, അതിന്റെ ഒരു ഗ്രാമത്തിൽ 10-20 കുടുംബങ്ങളെ ഒരു രാത്രി കൊണ്ട് ചുട്ടരിച്ച് കൊന്ന് വീണ്ടും മുടിച്ചു കളഞ്ഞു. എത്ര ആയിരക്കണക്കിന് ജനങ്ങളെയാണ് നൈജീരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ, ആ ഗ്രാമത്തിൽ, ആ സംസ്ഥാനത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ തകർക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാൻ, നിന്നെ ഞാൻ നൈജീരിയയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നീ വാക്സാമർത്ഥ്യം ഇല്ലാത്തവനാണ്, തടിച്ച നാവുള്ളവൻ വിക്കനാണെന്നൊക്കെ പറഞ്ഞിരിക്കാതെ നീ എന്നെ തയ്യാറാകുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകർന്നിട്ട് ദൈവം നിന്നെ അയക്കും. പ്രേക്ഷക, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒറീസയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ
അല്ലെങ്കിൽ പുരോഹിതന്മാരെ ഉപദ്രവിക്കുന്ന കണ്ടു. അവരെ കള്ളക്കേസിൽ കൊടുക്കുന്ന 100 വർഷം പഴക്കമുള്ള ക്രൈസ്തവ മിഷണറിമാർ സ്ഥാപിച്ച ഹോസ്പിറ്റൽ ഛത്തീസ്ഗഡ് അടിച്ചു തകർക്കം നമ്മൾ കണ്ടു. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്കല്ലേ? എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം യാത്ര ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന്മേൽ വരാൻ പോകുന്ന ന്യായവിധി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് തടയുവാൻ കഴിയില്ല. ദൈവം എല്ലാ കാലത്തും അടങ്ങിയിരിക്കില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ദൈവമക്കളോട് ദൈവം പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതെല്ലാം കാണുമ്പോൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിനയാത്ത നാഴിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, തൊട്ടി നേരത്തിന്റെ കണ്ണിമയ്ക്കുന്നിടയിൽ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം വന്നു. ഹല്ലേലൂയ. അന്ന് വീരന്മാരും ശൂരന്മാരും പരാക്രമശാലികളുമായിരുന്ന നോഹ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞ സുവിശേഷത്തെ പുറംകാലുകൊണ്ട് അടിച്ചു കളഞ്ഞവരല്ലേ എന്ത് ചെയ്തു? വെള്ളത്താൽ മുങ്ങിപ്പോയി. ഒരുത്തിന് ഓടി ഒളിക്കുവാൻ ഒരു പഴുതുപോലും ഇല്ലായിരുന്നു. ഓടി കയറി ഒളിക്കുക ഒരു മലമുകളിൽ പോലും, ഒരു പർവ്വതത്തിന് മുകളിൽ പോലും ചെന്ന് ഒളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി ദൈവം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര, ദൈവത്തിന്റെ ആത്മാവർന്നായി ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ അനവധി ക്രൈസ്തവ പുരോഹിതന്മാരുടെ, കന്യാസ്ത്രീകളുടെ, പാസ്റ്റർമാരുടെ, വിശ്വാസികളെ രക്തം ചെയ്ത ഈ മണ്ണിനകത്ത്, നൈജീരിയ പോലുള്ള രാജ്യത്തിനകത്ത് അനവധി ക്രൈസ്തവ മിഷണന്മാരെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് അനവധി ആളുകളെ ചുട്ടുകൊന്നവരുടെ രക്തം ചൊരിയപ്പെട്ട നൈജീരിയ, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നോഹയുടെ കാലത്തെന്ന് പോലും മിന്നൽപ്രളയം വന്നാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ജാർഖണ്ഡിൽ ഒരു മേഘസ്ഫോടനം വന്നപ്പോൾ ഗംഗയിലെ നദി കരകവിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യന്റെ പ്രതീക്ഷകൾക്കപ്പുറം ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോയത് നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ കാരണം, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തനായിരിക്കണം. മോശയെ ദൈവം തെരഞ്ഞെടുത്ത് മിസ്രൈമിൽ കിടക്കുന്ന ജനത്തെ അവിടുന്ന് വിടിവിക്കുവാൻ ദൈവം മോശയെ ലീഡറാക്കി വെച്ചു കഴിയുമ്പോൾ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകുന്ന പോലെ എന്നെ കേൾക്കുന്ന പരിശ്രമാവി, നീ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകരുത്. നിനക്ക് സഹായമായി പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. മോശയ്ക്ക് സഹായമായി അഹരോനെ അയക്കുന്നു. അവൻ നിന്നെ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആനന്ദിക്കുമെന്ന്. ഹല്ലേലൂയ. അതെ, നീ കർത്താവിന്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, ഹല്ലേലൂയ, മോശ കർത്താവിന്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, നിനക്ക് വാർത്തമായി ഞാൻ അഹരോനെ അയക്കുമ്പോൾ അഹരോൻ നിന്നെ കാണുമ്പോൾ ഹൃദയത്തിൽ ആനന്ദിക്കുന്നു പറഞ്ഞില്ലേ? നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് നീ തയ്യാറാകുമ്പോൾ, നീ അതിന് തയ്യാറാകും, പരിശുദ്ധാത്മാവ് നിന്നെ കാണുമ്പോൾ ആനന്ദിക്കുമെന്ന്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാനിതിനെക്കുറിച്ച് പല പ്രാവശ്യം വായിച്ചു നോക്കി, പല വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു നോക്കി. പലതിനകത്തും വ്യത്യസ്തമായ ആശയങ്ങൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചാലും എല്ലാം ഒരുപോലൊക്കെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് അനേകർ വന്നേക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് അനേകർ വന്നേക്കാം. ചിലരെ കണ്ടാൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിച്ച് ആനന്ദിക്കും. ഇന്നലെ മോശയുടെ അരികിലേക്ക് അഹരോൻ വരുമ്പോൾ അഹരോന്റെ ഹൃദയത്തിൽ, മോശയുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ അനേകർ വന്നേക്കാം. ചിലരെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിച്ച് ആനന്ദിക്കും. ചിരിച്ചു മുഖത്തോടെ നിങ്ങൾ അവരെ സ്വീകരിച്ച്, കുറച്ച് ദിവസമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് ഞങ്ങളോടൊപ്പം പാർത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ നിങ്ങൾ ചിലരോടൊക്കെ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. അപ്പം പലരോടും നിങ്ങൾ പറയും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് പോയാൽ മതി, വല്ലപ്പോഴും ഒക്കെ അല്ലേ വരുന്നത്, നീ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ നിൽക്കി എന്നൊക്കെ മനുഷ്യൻ പറയും. അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങനെ അവരെ നിർബന്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറ്റു ചിലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കലക്കമുണ്ടാകും. ചിലർ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം, നിങ്ങൾ അവരെ നിർബന്ധിച്ച് നിങ്ങൾ പാർക്കാൻ പറയും. എന്നാൽ ചിലർ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ കലക്കമുണ്ടാകും. അയ്യോ, ഇവർ വീട്ടിലേക്ക് വരുന്നല്ലോ, വന്നിനി ഇവരെന്തെല്ലാമാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്, എന്തെല്ലാമാണ് ചെയ്തു തീർക്കാൻ പോകുന്നത്. അവരെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സും ഹൃദയവും പിടയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് നിങ്ങൾ ചായ കൊടുത്ത് ആമയൊക്കെ കഴിയും, വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ തന്നെ എപ്പോഴാണ് പോകുന്നത്? എത്ര ദിവസമുണ്ട് നാട്ടില്, എത്ര ദിവസം ഇവിടെ നിൽക്കും, എവിടെയൊക്കെ പോകാനുണ്ട്? കാരണം നിങ്ങൾ അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾ പലരും അങ്ങനെ ചെയ്തിട്ടില്ലേ? പലരും ചെയ്തിട്ടുണ്ടെന്നേ. സ്തോത്രം.
വന്ന ഉടനെ വെള്ളം കൊടുത്ത് നിങ്ങൾ ചോദിക്കുക എപ്പോഴാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയൊക്കെ പോകാനുണ്ട്, എത്ര ലീവുണ്ട്, എന്നാ മടങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പൊ ചിലര് വന്നാൽ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് നിർബന്ധിച്ച് വീട്ടിൽ തന്നെ കൊടുക്കും. ചിലര് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വളരെ ഭാരമുണ്ടാകും. ഇതുപോലെ തന്നെ അന്ന് മോശയെ സന്ദർശിക്കുവാനായി അഹരോൻ വരുന്നതിനെ കുറിച്ച് കർത്താവ്, അവൻ നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. മോശേ അല്ലല്ല, അഹരോൻ നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞ്, അപ്പൊ സ്വർഗീയ പിതാവിന്റെ മക്കളായി ഒരേ ആത്മാവിൽ നിറയ്ക്കപ്പെട്ട് പരസ്പരം കാണുമ്പോൾ സന്തോഷിച്ചാനന്ദിക്കുന്നത് സ്വാഭാവികമാണ്. സ്വർഗപിതാവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവർ, സ്വർഗപിതാവിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരപ്പന്റെ അമ്മയുടെ മക്കൾ ഒന്നിച്ച് കാണുമ്പോൾ അവർ ഹൃദയത്തിൽ പരസ്പരം സന്തോഷിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്നത് വേദപുസ്തക പ്രമാണമാണ്, നിയമമാണ്, വ്യവസ്ഥയാണ്. പക്ഷെ ഇന്നൊരു ഭൂമിയിൽ അതില്ലെന്നുള്ളതാണ്. അപ്പൊ ഒരു പിതാവിന്റെ മക്കളായി ഒരേ ആത്മാവിൽ നിറയ്ക്കപ്പെട്ടവർ പരസ്പരം കാണുമ്പോൾ ഇത് സന്തോഷിച്ചാനന്ദിച്ച് അവർ വിശുദ്ധ ചുംബനം നൽകി ഫ്രൈസ്തൽ കൊടുത്ത് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കും. അല്ലേലിയ, അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 133 സംഗീതത്തിനൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് നീട്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലിന്റെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനെ കൽപ്പിച്ചിരിക്കുന്നത്. 133 സങ്കീർത്തനം വെറും 3 വാക്യമാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ ദൈവമക്കൾക്കും എല്ലാ ജനത്തിനും ഈ വചനം ഒരു പ്രവചനദൂത, ഒരു ആലോചനയാണ്, ഒരു ശുദ്ധീകരണമാണ്, നമ്മെ ക്രമീകരിക്കാനുള്ള വചനമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമനോഹരമാകും. അല്ലേലിയ. എന്താണ് ദൈവം അങ്ങനെ പറയാൻ കാരണം? അല്ലേലിയ. ഇന്നുവരെ സഹോദര സ്നേഹത്തിന്റെ പ്രതീകങ്ങളായിട്ട് അവിടെ കാണുന്നത്. അല്ലേലിയ. ക്രിസ്തീയ ഐക്യത്തിന്റെ പ്രതീകങ്ങളായി വർണ്ണോജ്വലമായ 2 ഉപമാനങ്ങളാണ് ഈ കൊച്ചു സങ്കീർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവയിലൊന്ന് മഹാപുരോഹിതനായ അഹരോന്റെ അഭിഷേക വേളയിൽ അവന്റെ തലയിൽ ഒഴിക്കുന്ന സൗരഭ്യം തൂകുന്ന വിശേഷ തൈലവും, 2 അമേലിയ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന അമേലിയ സന്തോഷം, ഹെർമോന്യ മഞ്ഞു പോലെ അല്ലേലിയ ഇത് രണ്ടുമാണ് ഇവിടെ ഒരു ഉപമാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേ? അപ്പൊ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ മോശെ നിന്നെ അഹരോ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികളോട് പറയട്ടെ, നിങ്ങൾ പരസ്പരം ശണ്ടയിടാതെ, കലഹിക്കാതെ, വെല്ലുവിളിക്കാതെ, മത്സരിക്കാതെ, ഒരുവനോട് ഒരു കുറ്റം പറയാതെ, മറ്റവന്റെ ഏഷണി പറഞ്ഞ് നടക്കാതെ, മറ്റുള്ളതിന്റെ പാര പണിയാതെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കണം, ഒരപ്പന്റെ മക്കളാണെന്നുള്ള ചിന്ത ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരിക്കണം. അല്ലേലിയ. ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ എന്തെല്ലാം വിഭാഗീയതയാണ് നടക്കുന്നത്. എവിടെങ്കിലും യോജിക്കാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും തമ്മിൽ യോജിക്കാറുണ്ടോ? പരസ്പരം കീരിയും പാമ്പും പോലല്ലേ. അതുകൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ലേലിയ. ഒരപ്പന്റെ മക്കളാണെങ്കിൽ, അല്ലേലിയ, ഒരേ ആത്മാവിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ മത്സരിക്കാതെ, നിങ്ങൾ പരസ്പരം സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭം മനോഹരമെന്നും ദൈവം പറഞ്ഞതുപോലെ, സംഗീതക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരണം. തമ്മിൽ കാണുമ്പോൾ ഒരു സ്നേഹപ്രകടനം, ഒരു സ്നേഹ ചുംബനം, ഒന്ന് കൈ കൊടുക്കുക, ഒന്ന് ചിരിക്കുക. അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് കൈ കൊടുക്കത്തിൽ ചിരിക്കത്തുമില്ല. നമ്മെ പരസ്പരം കാണുമ്പോൾ മുഖം വീർപ്പിച്ച്, അല്ലേലിയ. ഇതോടെ 2 രാജ്യങ്ങൾ യുദ്ധത്തിൽ ഒരുങ്ങി നിൽക്കുന്ന പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഒന്നിച്ച് കണ്ടാല് 2 രാജ്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുന്ന അവരുടെ സ്ഥിതി നിന്ന് ആരുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകത്തില്ല. പ്രതികാരം മാത്രമായിരിക്കും. എപ്പോഴും രക്തം ചൊരിയിക്കുവാൻ വെല്ലുവിളിയോടുകൂടി നിൽക്കുന്ന 2 രാജ്യങ്ങൾ യുദ്ധത്തിന് നിൽക്കുന്നത് പോലെ, അവർ കയ്യിൽ അല്ലെങ്കിൽ ആയുധം ധരിച്ചു നിൽക്കുന്ന പോലെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം തമ്മിൽ കണ്ടു കഴിയുമ്പോൾ ഏത് സമയത്തും ബോംബ് പൊട്ടുന്ന പോലെ അവരുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് സാത്താൻ അത്രമാത്രം ക്രൈസ്തവ സമൂഹത്തെ വിഭാഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ വേദവസ്തു എന്താ പറയുന്നത്? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം മനോഹരമെന്ന്. അല്ലേലിയ.
അപ്പൊ ഒരു അപ്പന്റെ മക്കൾ ഒന്നിച്ച് സന്തോഷിക്കുക എന്നുള്ളത് ദൈവവചനമാണ്. പ്രൈസലോ. ഞാൻ ഒരു ഉദാഹരണം പറയും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്ന്, ക്രൈസ്തവ സമൂഹത്തിൽ, വിശ്വാസ സമൂഹത്തിൽ പരസ്പരം മിണ്ടാത്തവർ, ഒന്ന് കൈ കൊടുക്കാത്തവർ, നമ്മളെ കാണുമ്പോൾ തലകുടിച്ചു പോകുന്നവർ, മാറിപ്പോകുന്നവർ, നമ്മളെ കാണുമ്പോൾ മറ്റൊരാളുടെ ചെവി കടിച്ചു പറിക്കുന്നവർ, അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരു മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ കണ്ടിട്ട് ചിലർ എന്ത് ചെയ്യും? ചെവി കടിച്ചു പറിക്കും. എന്തൊക്കെയോ ഒരു പറയും. എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുവാൻ താല്പര്യമില്ലാതെ, ഐക്യതയില്ലാതെ തമ്മിൽ പിറുപിറുക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന അനവധി ഇടയന്മാർ സഭയ്ക്കകത്തുണ്ട് കേട്ടോ. അവര് ദൈവത്തിന്റെ ഇടയന്മാരല്ല, പിശാചിന്റെ ഇടയന്മാരവര്. ഒരപ്പന്റെ മക്കൾ ഒരപ്പത്തിന്റെ അംശികളാണെങ്കിൽ അവരെന്ത് ചെയ്യും? പരസ്പരം കൈകൾ കൊടുത്ത് വിശുദ്ധ ചുംബനം ചെയ്ത് അവർ പരസ്പരം വന്ദനം പറഞ്ഞ് ഐക്യതരാത്മാവിൽ മുന്നോട്ട് പോകും. ഈ ഐക്യത നഷ്ടപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ലോകം നോക്കിയപ്പോൾ ക്രൈസ്തവ സമൂഹം ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുക, ഐക്യതയില്ല, സ്നേഹമില്ല, സന്തോഷമില്ല, ദൈവമായി യാതൊരു ബന്ധവുമില്ല. അവർ ഏത് സമയത്തും, ഞാൻ മുമ്പ് ആവർത്തിച്ച ഒരു കീരിയും പാമ്പും കാണുന്ന പോലെ തമ്മിൽ ഏത് സമയത്തും ഇരു രാജ്യങ്ങൾ യുദ്ധത്തിന് നിൽക്കുന്ന പോലെ ഏത് സമയത്തും അക്രമാസക്തരായി നിൽക്കുന്നതാണ് കാണുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. പണ്ടൊരു ഇടയൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് അല്ലെ ഞാനിപ്പം കാണിച്ചു കൊടുത്തേനെ എന്നാ. ലേലിയ രക്തം ചെയ്യും. മറ്റൊരിടയനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരിടയനും മറ്റൊരിടയനെ കണ്ടപ്പോൾ പറയാം, ഞാൻ ഈ ശുശ്രൂഷരകം നിൽക്കുന്നതുകൊണ്ട് അല്ലെ ഞാനിപ്പോ കാണിച്ചു കൊടുത്തേനെ. അങ്ങനെ അനവധി ആളുകളുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വാക്സാമർത്ഥ്യമില്ലാത്ത, വിക്കിനും തടിച്ചു നാവുള്ളവനുമായ മോശിക്കുന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് മിസ്രൈമിലേക്ക് അയക്കുക. എന്തിനാ? ഇസ്രായേലിനെ വിടിവിക്കുവാൻ. അവിടെ പോകുവാൻ കഴിയാതെ വാക്സാമർത്ഥ്യമുള്ളവനല്ല, വിക്കിനെ തടിച്ച നാവുള്ളവനുമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവുകഴിവ് പറഞ്ഞുവാൻ മാറിപ്പോഴും മോശയെ ദൈവം വിടാതെ, യഹോവയായി ദൈവം പറയാ, നിന്റെ ചേട്ടനെ ഞാൻ നിന്നോട് കൂടെ അയക്കും, അവൻ നിന്നോട് കൂടെ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ? എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനുണ്ടോ? നിങ്ങൾ ഒരേ സ്വർഗപിതാവിന്റെ മക്കളാണോ? ഒരേ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവരാണോ? ഒരേ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ? ഒരപ്പത്തിന്റെ അംശികളാണോ നിങ്ങൾ? ആണെങ്കിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് എത്ര ശുഭം മനോഹരം എന്ന് പറഞ്ഞാൽ ഐക്യത ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾ ഇറച്ച വരുത്തുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഈ വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ അന്ന് മോശയെ കണ്ട് അഹരോൻ ആനന്ദിച്ചതുപോലെ യേശുവിന്റെ അമ്മയായ മറിയെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഹൃദയം ആനന്ദിച്ചുവെന്ന്, അവളുടെ മാത്രമല്ല അവളുടെ ഗർഭത്തിലുള്ള പിള്ളയും തുള്ളിയെന്നാണ് ലൂക്കോസ് സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേ? നമുക്ക് വേണേൽ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഹല്ലേലൂയ. വായിച്ചു നോക്കണം. അവിടെയൊക്കെ നമ്മളും ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വ്യത്യാസമാണ്. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 40-41 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് കാണുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിങ്ങൾ സൂക്ഷിച്ചു വായിക്കണം കേട്ടോ, ശ്രദ്ധിച്ച്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, മറിയ എഴുന്നേറ്റ്, ഹല്ലേലൂയ, സ്തോത്രം, എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് എലിസബത്തിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, എലിസബത്തിന്റെ ഗർഭത്തിൽ പിള്ള തുള്ളിയെന്ന് മാത്രമല്ല അവളും ആനന്ദിച്ചെന്ന്. എത്ര ഐക്യതയല്ലേ? എന്നെ കേൾക്കുന്ന സ്നേഹിതൻ, നമ്മള് ഈ ഒരു ആനന്ദമായിരിക്കണം. രണ്ടുപേരും ഒന്നിച്ചു കൂടുമ്പോൾ, മറിയയും എലിസബത്തും കൂടെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, എലിസബത്തിന്റെ ഹല്ലേലൂയ, എലിസബത്ത്, മറിയുടെ വന്ദന എലിസബത്ത് കേട്ടപ്പോൾ
പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. മാത്രമല്ല എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. സ്തോത്രം. നിന്റെ വന്ദനസ്വരം കേൾക്കുമ്പോൾ, നിന്റെ വന്ദനസ്വരം ഒരാൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണം. സ്തോത്രം. അതിന് നീ ആ ദൈവകൃപയിൽ നടന്നാലേ അത് പറ്റത്തുള്ളൂ കേട്ടോ. ദൈവകൃപയിൽ നടക്കണം, ദൈവ സാന്നിധ്യം അനുഭവിച്ച് നടക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഈർഷ്യയും കയ്പും പകയും ഭിന്നതയും ഉണ്ടാകരുത്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് ഐക്യത ആത്മാവിൽ സ്നേഹത്താൽ ഒന്നിച്ച് നടക്കുമ്പോഴാണ് നിന്റെ സഹവിശ്വാസി, നിന്റെ കൂട്ടുപ്രവർത്തകൻ, നിന്നോടൊപ്പം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി നിന്റെ അരികിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് വന്ന് അവർ നിന്നെ വന്ദനം ചെയ്യുമ്പോൾ നിന്റെ ഉള്ളത്തിൽ അല്ലടിയ സന്തോഷമുണ്ടാകണമെങ്കിൽ നീ ദൈവകൃപയിൽ ജീവിക്കണം. അതുകൊണ്ടാണ് ഇവിടെ മറിയുടെ എലിസബത്തിന്റെ സംഭവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എന്ന് നിന്റെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും. സ്തോത്രം. നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന, നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന, നിന്റെ കൂടെ പള്ളിയിൽ വരുന്ന വ്യക്തിയെ നീ കാണുമ്പോൾ അവനോട് വന്ദനം പറയുവാൻ നിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ടോ? ഹല്ലേലൂയ. അതോ ദൂരമേ അവനെ കാണുമ്പോൾ നീ പിറുപിറുക്കുകയാണോ? തല കുമ്പിട്ടു പോകുകയാണോ? ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ 99% ക്രൈസ്തവ വിശ്വാസികളെ കണ്ടുപിടിക്കണം. സ്നേഹമില്ല, ഐക്യതയില്ല. തന്മുഖാന്തരം എന്ത് ചെയ്തു? സാത്താൻ ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടുകയാണ്. ഹല്ലേലൂയ. മൃഗത്തെ വേട്ടയാടുന്നത് പോലെ സാത്താൻ ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടുന്നു. പരസ്പരം ബന്ധമില്ലാത്ത, പരസ്പരം സ്നേഹമില്ലാത്ത, ഐക്യതയില്ലാത്ത, സഹകരണമില്ലാത്ത, ആത്മാവിന്റെ പ്രവൃത്തിയില്ലാത്ത ദൃശ്യവത്വങ്ങളായിരിക്കുന്ന ഒരനുഭവം ദൈവസഭയ്ക്കകത്ത് പിശാച് കൊണ്ടുവരുന്നു, ക്രൈസ്തവ സമൂഹത്തിൽ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അതിനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ 133 സംഗീതം വായി, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാൻ കഴിയണം, പരസ്പരം ദൈവസ്ഥിതി നിൽക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ പരസ്പരം വന്ദനം ചെയ്യുമ്പോൾ, തമ്മിൽ കൈകൾ കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മാത്രമല്ല അവരുടെ ഓരോ അവയവങ്ങളും സന്തോഷിച്ച് ആനന്ദിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. മറിയുടെ വന്ദനം കേട്ടപ്പോൾ അവളുടെ ഉള്ളത്തിൽ പിള്ളത്തുള്ളി ആനന്ദം കൊണ്ട് മറിയ സന്തോഷത്തെ തുള്ളി, എലിസബത്ത് സന്തോഷത്തുള്ളി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ഇരുവർക്കും ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതെ, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ നിങ്ങൾക്ക് ഇരുവർക്കും സന്തോഷമുണ്ടാകുന്ന, സമാധാനം ഉണ്ടാകുന്ന, ആത്മാവിൽ നിറയപ്പെടുന്ന വാക്കുകളായിരിക്കണം നിങ്ങൾ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ നിന്റെ ഭവനത്തിൽ നിന്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, നിന്റെ അപ്പനോട്, അമ്മയോട്, നിന്റെ മക്കളോട് സംസാരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, നിന്റെ സഭയ്ക്കകത്ത് നിന്റെ ഇടയനോട് സംസാരിക്കുമ്പോൾ, നിന്റെ സഹവിശ്വാസിയോട് സംസാരിക്കുമ്പോൾ, നിന്നെക്കാൾ ഏതൊരായി കുട്ടികളോട് നീ സഭയ്ക്കകത്തും സംസാരിക്കുമ്പോൾ, പരസ്പരം നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, ഷെയ്ക്കറ്റ് കൊടുക്കുമ്പോൾ, വിശുദ്ധ ചുംബനം നൽകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് പരസ്പരം നിങ്ങൾ സന്തോഷിപ്പാൻ, ആനന്ദിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ശരിയ. അങ്ങനെ അനുഭവം ഉള്ളവർ അപൂർവങ്ങളിൽ ചിലപ്പം കാണുമായിരിക്കും എന്നുള്ളതാ. ഹല്ലേലൂയ. എവിടെ ചെന്നാലും കുറ്റങ്ങൾ, കുറവുകൾ, നുണപ്രചരണങ്ങൾ മാത്രം. അതുകൊണ്ട് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. സഭയ്ക്കകത്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കേണ്ട ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ കഴിയാതെ നുണപ്രചരണങ്ങൾ പറഞ്ഞ് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു അനുഭവമായി മാറി ഇന്ന് എല്ലാ മേഖലയും. ഈശ്വരോ, നാം മടങ്ങി വരണം. മടങ്ങി വന്ന് അതുകൊണ്ടാണ് കർത്താവ് മോശയോട് പറയുന്നത്, അവൻ നിന്നെ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആനന്ദിക്കും. മോശെ, അഹരോൻ നിന്നെ കാണുമ്പോൾ അഹരോന്റെ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകും. എലിസബത്തെ, മറിയെ നിന്റെ അരികിൽ വന്ന് മറിയുടെ വന്ദനം കേൾക്കുമ്പോൾ നിന്റെ ഉള്ളത്തിൽ പിള്ളത്തുള്ളും മാത്രമേ നീ പരിശുദ്ധാത്മാവ് നിറയപ്പെടും. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ പരസ്പരം വന്ദനം ചെയ്യുമ്പോൾ, നീ പരസ്പരം വന്ദനം കൈ കൊടുക്കുമ്പോൾ, പരസ്പരം വിശുദ്ധ ചുംബനം കൊടുക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടണമെന്ന് ഭവനത്തിൽ ആരംഭിക്കണം കേട്ടോ.
അല്ലേലിയ, സ്തോത്രം. ആമേലലിയ, ആമേ സ്തോത്രം. ആമേ തിരുവായ്ക്ക് തിരുവാന്നൊക്കെ പറയും. എന്ത് ചോദിച്ചാലും തറുതല പറയുന്ന എത്രയോ കുടുംബങ്ങളാ. ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് എന്ത് പറഞ്ഞാലും തറുതല പറയുന്ന ചില കുടുംബങ്ങൾ. മക്കളും അപ്പനും അമ്മയും സംസാരിക്കുന്ന തറുതല തിരിച്ചു പറയുന്ന വാക്കുകൾ കേട്ടാൽ മൂക്കത്ത് കൈവച്ചു പോകും. ലേലിയ, ആത്മാവിന്റെ പ്രവൃത്തിയില്ലാതെ, ആത്മാവിന്റെ സന്തോഷമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ എത്രയോ കുടുംബങ്ങൾക്കകത്താണ് അസഭ്യ വാക്കുകൾ അപ്പനും അമ്മയും മാതാപിതാക്കളും മക്കളും മരുമക്കളും കൊച്ചുമക്കളോട് സംസാരിക്കുന്നത്. ഈശ്വരോ, നിന്റെ ജീവിതത്തിൽ മാതൃക വേണം. ഇവിടെ നിനക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം. നീ വലിയ പുള്ളിയാണ്, നീ വലിയ ആളാണ്, നീ എന്നെ കവിഞ്ഞ് മറ്റാരുമില്ല, ഞാൻ പറഞ്ഞാൽ അത് നടക്കും, ഞാൻ പറഞ്ഞാൽ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന സഹോദരി സഹോദര, നിന്റെ അന്ത്യം അടുത്തുകൊണ്ടിരിക്കുക. ലേലിയ, നീ അഹങ്കരിക്കരുത്, നീ നിഗളിക്കരുത്. നിന്റെ മസിൽ പവർ കൊള്ളാം, പക്ഷേ ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവം നിന്നെ വെറുക്കുന്നുവെന്ന്. ലേലിയ, സ്തോത്രം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസലോ. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഐക്യതയോടെ നിൽക്കണം. ലേലിയ. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. മോശയെ കണ്ട ഉടനെ അഹരോൻ അവനെ എതിരേറ്റ് ചുംബിച്ചു. ഹല്ലേലൂയ എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ദൈവസ്നേഹം വർദ്ധിക്കണം. ആകയാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിശുദ്ധ ചുംബനം കൊണ്ടും അന്യോന്യം വന്ദനം ചെയ്യുന്ന വേദപുസ്തകത്തെ പലയിടത്തും പറയുകയാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ അന്യോന്യം കാണുമ്പോൾ വിശുദ്ധ ചുംബനം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേ, സ്തോത്രം. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ, ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെല്ലുന്നു. റോമാലേഖനം 16-ാം അധ്യായം പരസ്പരം വിശുദ്ധ ചുംബനം കൊടുക്കുന്നതും പരസ്പരം കരങ്ങൾ കൊടുക്കുന്നതും. ഹല്ലേലൂയ. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളത്തിൽ പിള്ള തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ഇരുവരും ആനന്ദിച്ചതുപോലെ ദൂരത്തുനിന്ന് വരുന്ന അലിയ അഹരോൻ സ്തോത്രം മോശയെ കാണുമ്പോൾ അഹരോന്റെ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടായതുപോലെ റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പരസ്പരം വിശുദ്ധ ചുംബനം കൊടുത്ത് പരസ്പരം സന്തോഷിക്കണം. ഹല്ലേലൂയ. അത് പരസ്പര സന്തോഷമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. പരസ്പര സന്തോഷമാണ് ആവശ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 16-ാം അധ്യായം, ഹല്ലേലൂയ, 20-ാമത്തെ വാക്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. സകല സഹോദരന്മാരെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വളരെ അർത്ഥവത്തായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം എല്ലാ വിഭാഗത്തെയും കൂട്ടി ഞാൻ പറയാം. അത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും സാമുദായത്തിൽ നിൽക്കുന്നവനായിരുന്നാലും ക്രൈസ്തവൻ എന്ന് പറയുന്ന വ്യക്തി ഒരേ അപ്പന്റെ മക്കൾ, ഒരേ ആത്മാവിന്റെ മക്കൾ എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ കൈ കൊടുത്ത് വിശുദ്ധ ചുംബനം നൽകി നിങ്ങൾ പരസ്പരം സന്തോഷിക്കണം. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയപ്പെടണം. നിങ്ങളെ തമ്മിൽ അടിപ്പിക്കുക, നിങ്ങളെ തമ്മിൽ കരയിപ്പിക്കുക, നിങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ പിശാചി തന്ത്രങ്ങൾ മെനയുന്നത് കാണുമ്പോൾ ഓർത്തോണം, ക്രൈസ്തവ സമൂഹത്തിന്റെ അടിവേര് പിശാചി തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മടങ്ങി വരണം. റോമാലേഖനം 16 എന്താണ്? വിശുദ്ധ ചുംബനം കൊണ്ട് പൗലോസ് പറയുക. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ സ്നേഹത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നതിൽ സ്നേഹത്തിൽ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കണം. സ്നേഹത്തിനകത്ത്, ഹല്ലേലൂയ, അതിനകത്ത് കലർപ്പ് കൊണ്ടുവരരുത്. സ്നേഹത്തിനകത്ത് മറ്റൊന്നും കലർത്തരുത്. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള എല്ലാ ഉൽപാദന സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങൾക്കകത്തെല്ലാം വളരെ, ഹല്ലേലൂയ,
കീടനാശിനികൾ ചേർത്ത് മായങ്ങൾ ചേർത്താണ് കിട്ടുന്നത്. അല്ലേ? ഏത് സാധനം എടുത്താലും. പ്രൈസലോ. ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു വളരെ ശ്രദ്ധയോടെ എൻ്റെ ഉള്ളിൽ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ പാൽപ്പാട കടഞ്ഞ് അല്ലെങ്കിൽ എടുത്ത് അത് വെണ്ണ ആക്കി ഉരുക്കിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ആ വെണ്ണ ഉരുക്കി നെയ്യാക്കി എടുക്കുമ്പോൾ ആ നെയ്യുടെ കൂടെ അല്ലെങ്കിൽ പാമോയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ നിറം ഒരേ രീതിയിലിരിക്കും. മനസ്സിലാക്കത്തില്ല. കാരണം ഈ പാമോയിൽ അതിനകത്ത് ഒഴിച്ചു കഴിയുമ്പോഴത്തേനും ഈ സ്തോത്രം അല്ലെങ്കിൽ ഈ വെണ്ണയും കൂടെ ചേർന്ന് വരുമ്പോൾ ആ വെണ്ണ നെയ്യുടെ മണമായിരിക്കും. മായം കണ്ടോണം, മായം. ഇങ്ങനെയാണ് ഭൂമിയിലെ സകല സാധനങ്ങൾ നമുക്ക് തരുന്നത്. എല്ലാം മായമാണ്. കോഴി യഥാർത്ഥത്തിൽ മുട്ടയിടുന്നു, മനുഷ്യൻ കൃത്യമായിട്ട് മുട്ടയിട്ടുണ്ടാക്കി തരുന്നു. പ്ലാസ്റ്റിക് മുട്ട അല്ലേ? യഥാർത്ഥത്തിൽ കശുവണ്ടിപ്പരിപ്പ് നമുക്ക് കിട്ടും, പറക്കി വാങ്ങാൻ. അപ്പൊ കൊല്ലത്തൊക്കെ ചെന്നിട്ട് അതിന്റെ തന്നെ മറ്റൊരു രൂപം വാങ്ങാൻ കിട്ടും. അല്ലേ? എന്താ ഇവിടെ കിട്ടാത്തത്? അപ്പൊ സകലവും മായം ചേർന്നതാണ് ഭൂമിയിൽ. എന്നാൽ കർത്താവിന്റെ ആത്മാവ് പറയാണ്, യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതുപോലെ, അഹരോനോട് പറഞ്ഞതുപോലെ, പുതിയ നിയമസഭയോട് പൗലോസ് ആദ്യമായ വിശുദ്ധന്മാർ പറഞ്ഞതുപോലെ, യേശു പറഞ്ഞതുപോലെ, നിങ്ങളുടെ സ്നേഹത്തിനകത്ത് മായം കലരരുത്. രക്തം ചെയ്യും. പുരോഹിതന്മാർ തമ്മിൽ മായമില്ലാതെ സംസാരിക്കണം. ഇടയന്മാർ തമ്മിൽ മായമില്ലാതെ സംസാരിക്കണം. വിശ്വാസികൾ തമ്മിൽ നിങ്ങളുടെ സ്നേഹത്തിനകത്ത് മായം ചേർക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഐക്യതയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരമെന്ന് എഴുതി വെച്ച വചനം വേദപുസ്തകത്തിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവിടെ ഇരുന്നോട്ടെങ്കിലും നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അത് രക്തം ചെയ്യും. സ്നേഹത്തിനകത്ത് ഭൂമിയിൽ മനുഷ്യൻ മായം കലർത്തുന്നത് പോലെ മായം കലർത്തരുത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് സ്നേഹമുണ്ടോ? നിന്റെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? മായം ചേർത്ത സ്നേഹമല്ലേ സഹോദരി നിന്റെ ഭർത്താവിന് കൊടുക്കുന്നത്? ഭർത്താവ് അറിയാത്ത എത്രയോ വ്യാജങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്. എന്നെ കേൾക്കാൻ സഹോദരന്റെ ഭാര്യ നിനക്ക് യഥാർത്ഥം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഭാര്യ അറിയാത്ത എന്തെല്ലാം ബന്ധങ്ങൾ നിനക്കുണ്ട്? എന്നെ കേൾക്കുന്ന മക്കളോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന തലമുറയോട് ചോദിക്കട്ടെ, അപ്പനെ അമ്മയും നീ ഒളിച്ചു വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട്? യഥാർത്ഥ സ്നേഹമാണോ അപ്പനോടും അമ്മയോടും നീ കാണിക്കുന്നത്? യഥാർത്ഥ സ്നേഹം നീ അപ്പനോടും അമ്മയോടും കാണിച്ചിരുന്നെങ്കിൽ നിനക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ നീ മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങി ഓടുമായിരുന്നോ? ഓടത്തില്ല. നിന്നെ 18 വയസ്സുവരെ വളർത്തി പോറ്റി പുലർത്തി എടുത്തത്, നിന്നെ പഠിപ്പിച്ചതും, നിന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റിയെടുത്തതും, നിനക്ക് കഠിനാധ്വാനം ചെയ്തത്, നിനക്ക് ഉപജീവനത്തെ എല്ലാം തന്നത്, നിന്റെ ഇഷ്ടത്തിനെല്ലാം നിന്നത് നിന്റെ അപ്പനും അമ്മയാ. അവരെ നീ സ്നേഹിച്ചത് മായമായ സ്നേഹമായതുകൊണ്ടല്ലേ നീ മറ്റൊരു പുരുഷനെ തേടി പോയത്. നീ ഒരു 18 വയസ്സാകുമ്പോൾ നീ അറിയുകൂടി. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഞാൻ 18 വയസ്സായിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവര് ഒക്കെ ഉണ്ട്. പ്രൈസലോ. നിന്റെ ഉള്ളിൽ മായം ചേർത്ത സ്നേഹം. അതുകൊണ്ടല്ലേ നീ ഇറങ്ങി ഓടുന്ന യുവതിയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പനെയും അമ്മയും വേർത്തിറങ്ങി ഓടിയാൽ നീ പിന്നത്തെ ഇതിൽ അനുഭവിക്കും. അല്ലേ? നീ എവിടെ മായം ചേർത്തിട്ടുണ്ടോ ആ മായം നിനക്ക് തിരിച്ചു കിട്ടും. പ്രൈസലോ. അല്ലേ? അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? സഭയ്ക്കകത്ത് വന്നാൽ പരസ്പരം സ്നേഹിക്കേണ്ടതുണ്ട്. ഒരാലയത്തിൽ, ഒരു ദൈവാലയത്തിൽ, ഒരു പള്ളിയിൽ ആരാധിക്കുന്ന എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പള്ളിയിലാണ് ഒരച്ഛന്റെ കൈക്കീഴിൽ ഒരേ കുർബാന സ്വീകരിക്കുന്ന നിങ്ങൾക്ക് ആമീൻ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കരിസ്മാറ്റിക് ഗുരുക്കൾ പലപ്പോഴും പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. അവർ ശക്തമായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നു. പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നുണ്ടോ അത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ ഇടയിൽ ഇത് തന്നെയാ. എല്ലാത്തിനേക്കാൾ ഒരു സ്നേഹമാ വലുത്. ദൈവ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനകത്ത് മായം കാണരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പരസ്പരം ചുംബനം ചെയ്യുമെന്നും. അപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ റോമാലേഖനം 16:16, 1 കൊരിന്ത്യർ 16:20, 2 കൊരിന്ത്യർ 13:12, 1 തെസ്സലോനിക്കർ 5:26, 1 പത്രോസിന്റെ 5:14 ഒക്കെ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ചുംബനം കൊടുക്കുക, വിശുദ്ധ ചുംബനം കൊടുക്കുക, കൈകൾ കൊടുക്കുക, ആമി വന്ദനം ചൊല്ലുക. സ്നേഹത്തിന്റെ പ്രകടനം. പ്രൈസലോ. ഈ സ്നേഹം നഷ്ടപ്പെട്ടതാണ് കുടുംബം. ആമി സ്തോത്രം. ആമി വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോയത്. അല്ലേരിയ.
ഇപ്പം പല ഭവനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ മുളക് അടുപ്പിലിട്ട് പത്തലമുളക്, വറ്റൽമുളക്, ഉണങ്ങിയ മുളക് അടുപ്പിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ സ്ഥിതി എന്താ? തുമ്മലും ചീറ്റിലും കൊരയും ചുമയൊക്കെ ആകുന്ന പറഞ്ഞ പോലെ ഈ മുളക് അങ്ങോട്ട് തീ കത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ മണം മൂക്കിലേക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യും? ഒരു പ്രശ്നം തുമ്മലും ചീറ്റിലും കൊരയും ചുമയൊക്കെ ആകും എന്ന് പറഞ്ഞ പല ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ കുടുംബത്തിനകത്ത് ഈ ഒരു സംവിധാനമാണെന്ന് ലേലിയ. നീ നിന്റെ കുടുംബം മാനസാന്തരപ്പെടണം കേട്ടോ. രക്തം ചെയ്യും നിന്റെ കുടുംബത്തെ കലക്കുവാൻ പിശാച് പല തന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിന് ഇന്ന് ക്രൈസ്തവരുള്ള വലിയ കുറവ് എന്താണെന്ന് അറിയാമോ? പരസ്പരം സ്നേഹമില്ലാത്തത് തന്നെ. പരസ്പരം കാണുമ്പോൾ അവരുടെ ഹൃദയം ആനന്ദമില്ല. അല്ലേലിയ. വേർപാട് എന്ന് പറയുന്നത് ഒന്നുമില്ല. വേർപാടുള്ളവന് മാത്രമേ പരസ്പരം സന്തോഷിപ്പാൻ കഴിയുള്ളൂ. ലോകത്തിൽ നിന്ന് വേർപെട്ടവൻ ലോകത്തിന്റെ അശുദ്ധിയിൽ, ലോകത്തിന്റെ മായയിൽ നിന്ന്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് ലോകത്തിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചെങ്കിൽ മാത്രമേ ഒരേ ആത്മാവിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ, ഒരേ പിതാവിന്റെ മക്കളായി മാറുമ്പോൾ മാത്രമേ നിനക്ക് പരസ്പരം സ്നേഹിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും കഴിയത്തുള്ളൂ. അല്ലേലിയ. നീ ലോകത്തെ വിടണം, വേർപാട് പാലിക്കണം. അല്ലേലിയ. അപ്പം വേർപാടിനെ അല്ലേലിയ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ആത്മീയ അല്ലെങ്കിൽ ഗർത്തത്താൽ അല്ലേലിയ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഗർത്തത്താൽ ക്രിസ്തുവിൽ ചെറിയ സഹോദരന്മാരെ നിസ്സാരമായി കരുതും. നിങ്ങളുടെ ഉള്ളിൽ വലിയ ആത്മീയ ഗർത്തം വീഴും. വലിയ ഗർത്തം എന്നൊക്കെ പറഞ്ഞല്ലേ ആ വീട് കഴിയുമ്പോൾ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട, യേശുവിൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരന്മാരെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഇടർച്ച വരും. നിങ്ങൾ അവരെ നിസ്സാരന്മാരെ കാണുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതമാണ്, ഞാൻ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ച വചനം എന്താ? പുറപ്പാട് പുസ്തകമാണല്ലോ. പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ കാര്യമായി എന്താണ്? അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളിച്ചത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവരെ നല്ലവണ്ണം സംസാരിക്കണമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. അതെ, മോശയെ കാണുമ്പോൾ അഹരോന്റെ ഹൃദയത്തിൽ ആനന്ദം വന്ന പോലെ നിങ്ങളുടെ സഹപ്രവർത്തി, നിന്റെ സഹോദരനെ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവം തന്നിക പരിശുദ്ധാത്മാവിനാൽ നീ സന്തോഷിക്കാൻ കഴിയണം. കുടുംബത്തിന്റെ ഇടർച്ചകൾ മാറിപ്പോയിട്ട് കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽ ഒരിക്കൽ കൂടി കർത്താവേ ഞങ്ങൾക്ക് സകല ജനത്തെയും, കേരളത്തിൽ ഭാരത ലോക രാജ്യമുള്ള സകല ജനത്തെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇടർച്ചകളില്ലാതെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഒരു നല്ല അനുഭവം ക്രൈസ്തവ സമൂഹത്തിൽ ദൈവം കൊടുക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥി. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തയിൽ അനുഭവത്തിലെ അശനയാചകർ ഓർഫണേജ് ഓട്ടജീവ തടവറയിലായിരിക്കും സകല ജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യവും മയക്കുമരുന്നും പൻപ ലഹരി പദാർത്ഥം സകല ചൂതാർ തീവ്രവാദ ഭീകര വർഗീയത സ്ത്രീ മാവികളും ഭൂമികളും ബ്ലേഡ് മാവികളും കർത്താവി സകല കൊള്ളക്കാരും ദുഷ്ടന്മാരും വഞ്ചകന്മാരും മായാവികളും സകല നികൃഷ്ടരും കർത്താവി പരസ്പരം കലഹമുണ്ടാക്കി പരസ്പരം യോജിപ്പാൻ കഴിയാതെ തമ്മിലടിച്ചും കലഹിച്ചും രക്തം ചൊരിഞ്ഞും സ്ഥാനമാനങ്ങൾക്ക് അധികാരങ്ങളുടെ തമ്മിലടിച്ച് ജാതിയുടെ നിറത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് തീവ്രവാദങ്ങൾ ഭീകര വർഗീയതയെ വളർത്തിയെടുത്ത് പരസ്പരം രക്തം ചൊരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ ലോക രാജ്യങ്ങളിൽ ചിലർക്ക് സമാധാനം ഉണ്ടാകേണ്ട എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയി, സ്നേഹം നഷ്ടപ്പെട്ടു, ഐക്യത നഷ്ടപ്പെട്ടു പോയ ഈ കാലഘട്ടത്തിൽ ദൈവജനം മടങ്ങി വന്ന് കർത്താവ് സകല ജനങ്ങളും മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനുള്ള കൃപ ജനത്തെ കൊടുക്കണമേ. ഭവനത്തിനകത്ത് മാതാവും പിതാവും ഭാര്യ ഭർത്താക്കന്മാർ മക്കളും അപ്പനും അമ്മയും അമ്മായിമ്മയും മരുമോളും സഭയ്ക്കകത്ത് വിശ്വാസികളും ഇടയിൽ ദൈവമക്കൾ പരസ്പരം ചേർന്ന് സന്തോഷിപ്പാൻ. മറിയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളത്തിൽ പിള്ള തുള്ളി അവൾ പരിശുദ്ധാത്മ നിറയപ്പെട്ടതുപോലെ പരസ്പരം വന്ദന സ്വരം കേൾക്കുമ്പോൾ പരസ്പരം കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ആനന്ദിക്കുന്നൊരു അനുഭവം കർത്താവ് ജനത്തിൽ നിറയപ്പെടാൻ ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ജീവിതത്തിൽ വെളിപ്പെടാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.